ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ട കാര്യം സർക്കാരിനില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിക്കാം എന്നാരും കരുതണ്ട. ADGP CPM-ന്റെയോ LDF-ന്റെയോ പ്രതിനിധിയല്ല. വീഴ്ച വരുത്തുന്ന എല്ലാവർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. വിവാദങ്ങൾ അങ്ങനെ പലതും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാനരഹിതമായ ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് CPM-നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ADGP CPM-ന്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധിയൊന്നുമല്ലല്ലോ. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ലോ ആൻഡ് ഓർഡർ രംഗത്ത് ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം RSS നേതാവിനെ കണ്ടു എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. കണ്ടു എന്നുള്ളതല്ല, പക്ഷെ എന്തിനു കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഉയർന്നു വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ പരിശോധനയിൽ തുടരുകയാണ്. അന്വേഷണം നടത്തി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കുറ്റകരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നിലപാട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം ഗവൺമെന്റിന് ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ച് സർക്കാരിനെ ഉലയ്ക്കാം, മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേന്ദ്രീകരണം ഉണ്ടാക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കാൻ പോകും. അത് രാഷ്ട്രീയമാണ് പ്രശ്നം. സൈഫിലേക്ക് TP രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ ADGP-യെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ല. കണ്ടു എന്നതല്ല, എന്തിന് കണ്ടു എന്നതാണ് വിഷയം എന്നാണ് TP രാമകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത്. അതായത് മുന്നണിക്കുള്ളിൽ തന്നെ വലിയ ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അജിത് കുമാറിനെതിരെ നടപടി വേണം എന്നതിൽ. ഇനി അധികം വൈകാതെ തന്നെ അങ്ങനെയൊരു നടപടിയിലേക്ക് മുഖ്യമന്ത്രിക്ക് നീങ്ങേണ്ടി വരും. വലിയ സമ്മർദ്ദം തന്നെ ഉയർന്നു വരികയാണല്ലേ? ദിവ്യ, വിവിധ കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദം സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമായി നമുക്ക് കാണാൻ കഴിയുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ തന്നെയാണ്. ADGP-യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ആർക്കും ആരെയും കാണാമല്ലോ എന്ന മറുപടി അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെ ഒരു വാചകം അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ സർക്കാർ തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതൊക്കെ സർക്കാർ തീരുമാനിക്കും എന്ന വാചകം ഇന്നലെ വരെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടില്ല. അയാൾ കണ്ടതിന് ഞങ്ങൾ എന്ത് വേണം എന്നാണ് ഇന്നലെയും മെനഞ്ഞാന്നുമല്ല CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. പക്ഷേ ഇന്നത്തെ വാചകത്തിൽ വളരെ പ്രസക്തമായ ഒരുപക്ഷെ ചില സൂചനകൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാചകം, അതൊക്കെ സർക്കാർ തീരുമാനിക്കുമെന്ന വാചകം, അത് വളരെ പ്രസക്തമായ വാചകമാണ്. അത് ഒരുപക്ഷെ ADGP-യുടെ തൊപ്പി തെറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വാചകമാണ്. അത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കും എന്ന് പറയുക വഴി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അതിനെ പൂർണ്ണമായി ന്യായീകരിക്കാൻ വേണ്ടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുന്നില്ല. അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് ഞങ്ങൾ എന്ത് വേണം എന്നുള്ള ചോദ്യം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കിൽ നിന്ന് വരുന്നില്ല. അതിന് ഒപ്പം തന്നെ അദ്ദേഹം ഇന്നലെ മെനഞ്ഞാന്നും പറയാത്തൊരു വാചകം അധികമായി പറയുന്നുണ്ട്, അതൊക്കെ സർക്കാർ തീരുമാനിക്കും എന്നുള്ളത്. അതിനകത്ത് ഞങ്ങൾ ഇടപെടേണ്ട, അതൊക്കെ സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് പറയുക വഴി ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ ചില സൂചനകൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും. അതേ വാചകം തന്നെയാണ് ഇടതുമുന്നണി കൺവീനറായ TP രാമകൃഷ്ണന്റെ വായിൽ നിന്നും വരുന്നത്. അദ്ദേഹവും പറയുന്നത് അദ്ദേഹം LDF-ന്റെയോ CPM-ന്റെയോ പ്രതിനിധിയല്ല, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. അതിനൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്.